വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ ബിജെപി നേതാവ് ശ്രീ എൻ ഹരിദാസ് ചേരുകയാണ്. ശ്രീ ഹരിദാസ്, വലിയ സ്വീകരണം അത് കൊലക്കേസ് പ്രതികൾക്കായി CPM കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ ഒരുക്കുന്ന ഒരു കാഴ്ച അത് തത്സമയം നമ്മളും കാണുകയായിരുന്നു. രക്തഹാരം ചൂടിയാണ് ഇവരെ പുറത്തേക്ക് ആനയിക്കുന്നത്. ഈ 4 പ്രതികളെ കോൺഗ്രസുകാരുടെ സന്തോഷത്തിന് അല്പായുസ് മാത്രം എന്നൊക്കെ ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ സ്റ്റേ ഉത്തരവിന് പിന്നാലെ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും ഈ CPMന്റെ രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് എന്തെന്ന് മനസ്സിലാക്കണം. വിഷയം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യാൻ അയക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരായ CPMന്റെ നേതാക്കന്മാരാണ്. കണ്ണൂർ ജില്ലയിൽ നേതാക്കന്മാരെ അയച്ചാൽ അവരോട് പ്രതിബദ്ധത വേണ്ടേ, പുലർത്തണ്ടേ, അവരെ കാണാൻ പോണ്ടേ, അവരെ ഇറക്കാൻ പോണ്ടേ, അവരെ സംരക്ഷിക്കാൻ പോണ്ടേ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും MP ജയരാജനും P ജയരാജനും അടക്കമുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇന്നലെ കണ്ടു ശ്രീമതി ടീച്ചറും PP ദിവ്യൊക്കെ ജയിലിനുള്ളിൽ പോയിട്ട് സംസാരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞേ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട യൂണിയനിൽപ്പെട്ട ഒരു ADMന്റെ മരണത്തിന് ഉത്തരവാദിയായ PP ദിവ്യയെ ചേർത്ത് പിടിച്ചിട്ടാണ് ശ്രീമതി ടീച്ചർ നടക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരമ്മ അവിടെ കരയുന്നുണ്ട്, മഞ്ജുഷ എന്ന് പറയുന്ന ഒരു അമ്മ. അവര് വിലപിച്ചു കിടക്കുകയാണ്. കാരണം എന്താ, അവരെ 2 മക്കൾ അനാഥയാക്കിയത് ഇവരുടെ വിഷം പുരട്ടിയ നാവുകൊണ്ടാണ്. എന്നിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് യാത്ര സഞ്ചരിക്കുന്നത്. ദിവ്യയുടെ താൽക്കാലിക നടപടി മാത്രമാണ് ദിവ്യക്കെതിരെ എടുത്തിട്ടുള്ളത്. പാർട്ടി ഇപ്പോൾ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൂട്ടി നടന്ന് എല്ലാ സ്ഥലങ്ങളിലും കൊലപാതകം നടത്തിയ ആളുകളെ സംരക്ഷിക്കാനും അവരുമായി സഹകരിക്കാനും അവരുമായി സംസാരിക്കാനും അവർക്ക് സംരക്ഷണ കവചം ഒരുക്കാനും നടക്കുന്നത് ഈ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരാണ്. കണ്ണൂർ ജില്ലയുടെ നേതാക്കന്മാരുടെ മനസ്സിൽ ക്രിമിനൽ മനോഭാവമാണ്. ആ മറ്റുള്ളവരുടെ അസഹിഷ്ണുതയാണ്. മറ്റുള്ളവരെ കൊല്ലാനുള്ള പ്രേരണ നൽകുന്ന ഒരുപറ്റം വിഷം പുരണ്ട മനസ്സുമായി നടക്കുന്ന ആളുകളാണ് കണ്ണൂരിലെ നേതാക്കന്മാർ. അതുകൊണ്ടാണ് കണ്ണൂരിലെ നേതാക്കന്മാർക്ക് ഇതൊന്നും വലിയൊരു പുത്തരിയൊന്നല്ല. അതുകൊണ്ട് അവർ പോകുകയും ചെയ്യും, അവർ സംരക്ഷിക്കും. അവരിനിയും കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പിന്മുറക്കാരായിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതൊക്കെ ചെയ്യും. സമൂഹത്തോട് വെല്ലുവിളി സ്വീകരിക്കും. കാരണം സമൂഹത്തിന് ഒരു പുച്ഛമായി ഇവർക്ക്. ഇതൊക്കെ കാണുന്ന ഒരു പൊതുസമൂഹം ഉണ്ട് എന്നൊരു മനോഭാവം ഇവർക്കില്ല. കാരണം ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കും, ഞങ്ങളോട് ആര് ചോദിക്കാൻ എന്നൊരു മനോഭാവമാണ് ഈ പാർട്ടി നേതാക്കന്മാർക്കുള്ളത്. അതുകൊണ്ടാണ് ഇവരൊക്കെ പൊതുസമൂഹത്തെ ഭയപ്പെടാതെ പോകുന്നത്. അതുകൊണ്ടാണ് പൊതുസമൂഹം വീക്ഷിക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. പക്ഷെ അവർക്ക് ഒരു ലജ്ജയുമില്ല, ഒരു ലജ്ജയിലുമില്ലാതെ ഇത്തരം കാര്യങ്ങളുടെ കൂട്ടുചേർന്ന് സാധാരണ ഒരു മറ പോലും ഇതിനില്ല. അവർക്കൊരു മറയില്ല. കാരണം കൊലപാതക രാഷ്ട്രീയം നടത്തിയ ആളുകൾക്ക് വീര പരിവേഷമാണ് ഇവർ കൊടുക്കുന്നത്. രക്തഹാരമണിക്കുന്നു, അവരെ കൂട്ടുന്നു, അവരിരുത്തുന്നു, അവർ കടത്തുന്നു, എല്ലാം ചെയ്യുന്ന തൊട്ടിൽ പോലും ആട്ടി ഈ സമൂഹത്തിൽ നല്ലൊരു പ്രേരണയല്ല ഇവർ കൊടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദിവ്യയെ ചേർത്ത് പിടിച്ച് മഞ്ജുഷ എന്ന് പറയുന്ന ഒരു ADMന്റെ ഭാര്യ അവിടെ കരഞ്ഞു കിടക്കുന്ന ഇവരുടെ അസോസിയേഷനിൽപ്പെട്ട ആളുകളാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പോരാടിയ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കൊന്നിട്ടുള്ളത്. ആ കൊലപാതകത്തിന് ഉത്തരവാദിയായ ആളെ കാണാൻ കഴിയില്ല. ബോബി ചെമ്മന്നൂരിന് വേണ്ടിയിട്ട് ഒരു നിഷ്പ്രയാസം എത്ര പെട്ടെന്നാണ് അണീറോസിന് വേണ്ടി അനീസ് റോസിന്റെ ഒരു പരാതി കിട്ടിയപ്പോ ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്യണം. ഇത്തരം പദപ്രയോഗം നടത്തുന്ന ആളുകളെ, വിരുദ്ധ പ്രവർത്തനം അറസ്റ്റ് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ട് ഒരു ഇരട്ട നീതി നടപ്പിലാക്കുന്നു? അത് എന്തുകൊണ്ടാണ് മഞ്ജുഷക്ക നീതി കിട്ടിയില്ല? എന്തുകൊണ്ട് ഇവിടെ ഒരു ഈ കേരള പോലീസിന്റെ ഭാഗമല്ലാത്ത ഒരു അന്വേഷണം വരുന്നതിന് എന്തിനാണ് ഗവൺമെന്റ് തടസ്സം നിൽക്കുന്നത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവരെ ആശ്വസിപ്പിക്കാൻ പോകാത്ത, അവരെ വിളിക്കാത്ത, അവരുടെ പരാതി കേട്ടുകൊണ്ട് ഒരു സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കാത്ത മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? ആ ഭയപ്പെടുന്നത് ഇതേപോലെ ദിവ്യയെ പോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പാർട്ടി നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പാർട്ടി നേതാക്കന്മാർ ഏത് വിധേയനും സംരക്ഷിക്കുക. അത് പാർട്ടിക്കാരെ കൊല്ലപ്പെട്ടിട്ട് പോലും മരണപ്പെട്ടിട്ട് പോലും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പാർട്ടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കണം. ഈ പാർട്ടി ഒപ്പുവെച്ച കലമ്പോകാകുന്നത് ബംഗാൾ മുതൽ ത്രിപുര പോലെ ആകുന്നത് ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ്. പൊതുസമൂഹത്തോട് പുച്ഛവും വെല്ലുവിളിയും ധാർഷ്ട്യവും ധിക്കാരവും ഉള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് CPM ആണ്. ആ CPMന്റെ നയത്തെ സംബന്ധിച്ചിടത്തോളം, CPM നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുസമൂഹത്തിന് നല്ലോണം അറിയാം. ഞങ്ങൾക്കൊന്നും ഇതിൽ ഒരു അതിശയം തോന്നില്ല. കാരണം എന്താ, ഇതൊക്കെ ഇനി നാളെയും ആവർത്തിക്കും, ഇന്നലെയും ആവർത്തിച്ചതാണ്, ഇനി എപ്പോഴും ആവർത്തിക്കും. അവരുടെ സമീപനത്തിലൊന്നും പുള്ളിപ്പുലിയുടെ പുള്ളിയൊന്നും മായ്ച്ചു കളയുന്ന അവസ്ഥയൊന്നല്ല, മായ്ച്ചു കളയാൻ പറ്റുന്നതൊന്നല്ല. അത് അവരുടെ മനസ്സിന്റെ, അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ ക്രിമിനൽ മനോഭാവം. അതിന്റെ ഭാഗമായി ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഈ കൊലപാതക കേസ് നടന്നത് CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടി എന്ന് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷവും ഒക്കെ ആരോപിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി തെളിയുന്നത് ശ്രീ ഹരിദാസ്, ഇങ്ങനെ നേതാക്കൾ ആവർത്തിച്ച് അവിടേക്ക് എത്തുന്നു,
പ്രതികളെ വീണ്ടും ജയിലിലേക്ക് വന്ന് കാണുന്നു. തിരികെ ഇറങ്ങുമ്പോഴും അവർക്ക് വലിയ സ്വീകരണം നൽകുന്നു. ഇനി ഇതിൽ നിന്നും പാർട്ടിക്ക് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക? 1 മുതൽ 8 വരെ പ്രതികൾ ഒക്കെ ഈ CPM നേതാക്കൾ തന്നെയല്ലേ? ഇതിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ഉള്ളിലേക്ക് ഇപ്പോഴും കിടക്കുന്നവർ പോട്ടെ, 1-ാം പ്രതി A. പീതാംബരനെ മാത്രം എടുത്താലും CPM-ന്റെ നേതാവ് തന്നെയല്ലേ അദ്ദേഹവും? എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇതിൽ നിന്നും കൈയൊഴിഞ്ഞ് നിൽക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞില്ല, ഈ പ്രതികളായിരിക്കുന്ന ആളുകൾ ഇവർ സംരക്ഷിച്ചില്ലെങ്കിൽ, ഇവർ പോയി കണ്ടിട്ടില്ലെങ്കിൽ, ഇവർ അതിന്റെ എല്ലാ സംവിധാനം ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരെ പേരെടുത്ത് വിളിച്ച് പറയും. അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. കൊടിസുനിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സുനിയെ കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത്, എത്രയോ കൊലപാതകം നടത്തിച്ചിട്ടുള്ളത് ഈ നേതാക്കന്മാർ തന്നെയാണല്ലോ. ആ ടീം ഷാഫി അടക്കുന്ന ടീമിനെ അടക്കം അയക്കുന്നത് ആരാണ്? ഈ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് P. ജയരാജനൊക്കെ സർവകലാശാലയാണ്, കൊലപാതകത്തിന്റെ ആസൂത്രണം ചെയ്യുന്ന സർവകലാശാലയിൽ ബിരുദമെടുത്ത ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോയെന്ന് നമുക്ക് ൊന്നും അയാൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അവരുടെ മനോഭാവവും അവരുടെ പ്രവർത്തനവും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അതിശയമായിട്ടൊന്നും കാണുന്നില്ല. ഇവിടുത്തെ ഞാനൊക്കെ തോന്നുന്നു ഇപ്പൊ ആളുകൾ ഈ രംഗത്തേക്ക് വരികയാണ്. ശ്രീമതി ടീച്ചറെ പോലെ ആളുകൾ, അതുപോലെ ദിവ്യയെ പോലെ ആളുകൾ. ദിവ്യൊക്കെ ബിരുദം എടുത്തു കഴിഞ്ഞല്ലോ. ഇപ്പോ ഒരു മനുഷ്യൻ എങ്ങനെ കൊല്ലാമെന്ന് ബിരുദം എടുത്തു കഴിഞ്ഞു. ഇനി അങ്ങനെയുള്ള ആളുകളെയും കൂടി അവരെയും കൂടി ട്രെയിൻ ചെയ്ത് ഇറക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ ശ്രീമതി ടീച്ചറൊക്കെ ജയിലിൽ പോയിട്ട് വീരപരിവേഷം അവർക്ക് നൽകിയിട്ടുള്ളത്, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ശ്രീമതി ടീച്ചറൊക്കെ ഞങ്ങൾക്ക് ഇപ്പാണ് മനസ്സിലാകുന്നത്. അവരൊക്കെ ഇത്രയധികം ഒരു മറ്റുള്ള സ്ത്രീകളുടെ വിഷമം മനസ്സിലാക്കാത്ത ആളുകളാണോ? കൊല ചെയ്യപ്പെട്ട ആളുകളുടെ വീടുകളിലെ ദുഃഖം മനസ്സിലാത്ത ആളുകളാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നടക്കും. അതുകൊണ്ട് ഇവരുടെ പേരുകൾ വിളിച്ചു പറയുമ്പോൾ പേടിച്ചിട്ടാണ് ഇവർ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവർ തന്നെ ആസൂത്രണം ചെയ്ത് ഇവർ നടപ്പിലാക്കി ഇവരയച്ച ഗുണ്ടകളാണ് ഇതൊക്കെ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവരെ രക്ഷിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. ഇവർക്ക് തള്ളിപ്പറയുമെങ്കിലും തള്ളിപ്പറയുന്ന ആളെയൊക്കെ കൂട്ടി നടക്കുന്ന ആളുകളാണ് CPM. ദിവ്യ തള്ളി പറഞ്ഞല്ലോ, ദിവ്യ തരം താഴ്ത്തിയല്ലോ. ഇപ്പൊ ഇന്നലെ ആരെ കൂടിയാണ് ദിവ്യയുള്ള? ശ്രീമതി ടീച്ചർ കൂടിയാണല്ലോ. CBI സകല പരിപാടിയിലും കണ്ണൂർ ജില്ലയിൽ പങ്കെടുക്കുന്നത് ആരെ കൂടിയാ? CPM പാർട്ടി പരിപാടിയിലെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ദിവ്യയെ തള്ളി പറയുമ്പോൾ മഞ്ജുഷയെ ചേർത്ത് പിടിക്കുമ്പോഴും ഇരട്ടത്താപ്പാണ് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞ ആ നീതി ഒരിക്കലും ആ കുടുംബത്തിൽ കിട്ടാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ഞങ്ങൾ ദിവ്യയെ പുറത്താക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. ദിവ്യയെ അന്നും സംരക്ഷിക്കുന്നു, ഇപ്പോൾ സംരക്ഷിക്കും. ഇപ്പവും ദിവ്യ എല്ലാ പാർട്ടി പരിപാടിയിലും പങ്കെടുക്കുന്നത് ഒരു പാർട്ടിയുടെ തരം താഴ്ത്തി എന്ന് മാത്രമുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ്. അതിനപ്പുറം ദിവ്യക്ക് ഇപ്പവും വീരപരിവേഷമാണ്. ദിവ്യക്ക് ഇവര് മനസ്സിലാക്കുന്ന ദിവ്യ ആൺകരുത്തിനെ പോലെയുള്ള പെൺകരുത്താണ്. ആണിനെ പോലെയുള്ള ക്രിമിനൽ മനോഭാവമുള്ള മനസ്സായി പെണ്ണിനും ഉണ്ട് എന്ന് തെളിയിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. അതുകൊണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാ പോവുക. അതൊന്നും സംശയമില്ല, അതിനൊന്നും അതിശയമില്ല. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം കൊലപാതക രാഷ്ട്രീയം അവർക്ക് എന്തോ ഒരു വീരപരിവേഷം കിട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ മനസമാധാനത്തോടെ ജനങ്ങൾ കേരളത്തിൽ കഴിയാൻ പാടില്ല. മനസമാധാനത്തോടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പ്രവർത്തിക്കാൻ പാടില്ല. സാമൂഹ്യ അന്തരീക്ഷം എപ്പോഴും വികലമായിരിക്കണം. അവർക്ക് എപ്പോഴും ഈ സംഘർഷഭരിതമായിരിക്കണം. അതുകൊണ്ട് ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. വളരെയധികം നന്ദി ശ്രീ ഹരിദാസ് പ്രതികരിച്ചതിന്.